പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അങ്ങേ മക്കളായ ഞങ്ങൾ തിരുമുമ്പിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മരണം മൂലം ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും തലമുറയിലും മരിച്ചുപോയ എല്ലാവരെയും, പ്രത്യേകിച്ച് ശുദ്ധീകരണ അവസ്ഥയിലായിരിക്കുന്ന എല്ലാ ആത്മാക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ അനന്തമായ കരുണയാൽ ഈ ആത്മാക്കളെ എല്ലാവരെയും അങ്ങ് കൃപയിൽ, അങ്ങയുടെ കരുണയിൽ കർത്താവേ, അവരെ നിത്യവിശ്രമത്തിലേക്ക്, സ്വർഗത്തിലേക്ക് അങ്ങ് സ്വീകരിക്കണമേ. ആമേൻ. ഈശോയിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, മരിച്ച വിശ്വാസികളെ നമ്മൾ ഓർക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു മനോഹരമായ പ്രാർത്ഥന ഇതാണ്: മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരാൻ അനുഗ്രഹമുണ്ടായിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന. വളരെ ചെറിയൊരു പ്രാർത്ഥനയാണെങ്കിലും പ്രിയമുള്ളവരെ, നൂറ്റാണ്ടുകളുടെ സഭയുടെ ആ ഒരു പ്രാർത്ഥനയിൽ നിന്നും ഉരുത്തിരിഞ്ഞിട്ടുള്ള ആണ് ഈ ഒരു ചെറിയ പ്രാർത്ഥനയെന്ന് നമുക്ക് അതിനെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും. പ്രിയമുള്ളവരെ, സങ്കീർത്തന പുസ്തകത്തിന്റെ 103 അധ്യായം അതിന്റെ 8 തിരുവചനം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: കർത്താവ് അവിടുന്ന് കരുണാർദ്രനാണ്, അവിടുന്ന് സ്നേഹനിധിയാണ്, അവിടുന്ന് ദയയുള്ളവനാണ്. ഈ കാര്യങ്ങളാണ് ഈ സങ്കീർത്തന പുസ്തകത്തിന്റെ 103 അധ്യായത്തിലെ 8 വാക്യത്തിൽ നമ്മൾ കാണുന്നത്. കർത്താവിന്റെ കരുണയും അവിടുത്തെ ദയയും വളരെയേറെ പ്രതിഫലിക്കുന്ന ഒരു വചനഭാഗം. പ്രിയമുള്ളവരെ, നമ്മൾ തിരിച്ചറിയുക, നമ്മുടെ ഈ ലോകത്തിലെ ജീവിതത്തിനപ്പുറം നമുക്ക് നിത്യതയിലേക്ക് നമ്മൾ കടന്നു പോകേണ്ടവരാണ്. ദൈവത്തിന്റെ ദയയിൽ, കരുണയിൽ ആശ്രയിച്ചാണ് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നത്. അതോടൊപ്പം നമ്മൾ തിരിച്ചറിയേണ്ട മറ്റൊരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, ഈ ലോകത്തിൽ നിന്നും നമ്മൾ ദൈവത്തിന്റെ പക്കലേക്ക് പോകുമ്പോൾ നമുക്ക് പോരായ്മകളുണ്ട്. അവിടെയും ദൈവത്തിന്റെ ദയയും കരുണയും എന്നെ പിന്തുടരും. ഈ ലോകത്തിൽ ജീവിച്ചവര്, വിശ്വാസം ജീവിക്കാൻ പരിശ്രമിച്ചവരാണ് നമ്മൾ ഓരോ മനുഷ്യരും. അതുകൊണ്ടാണ് ഈ പ്രാർത്ഥന തുടങ്ങുന്നത്: മരിച്ച വിശ്വാസികളുടെ ആത്മാ എന്ന് പറഞ്ഞാൽ വിശ്വാസം ജീവിക്കാനായിട്ട് പരിശ്രമിച്ചത്. മാമോദീസായിൽ ഏറ്റെടുത്തൊരു ദൗത്യമാണ് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം ഏറ്റുപറയുക, ആ വിശ്വാസം പ്രഘോഷിക്കുക. അതിനുള്ള പരിശ്രമം നടത്തിയിട്ടുള്ളവരാണ് മരണമൂലം വേർപിരിഞ്ഞു പോയ ഈ ആത്മാക്കൾ. അവര് നിത്യതയിൽ എത്തുമെന്നുള്ള ആ ഒരു പ്രതീക്ഷയോടുകൂടി, പ്രത്യാശയോട് കൂടിയിട്ടാണ് ഈ ലോകത്തിൽ നിന്നും അവർ യാത്രയായിട്ടുള്ളത്. തീർച്ചയായിട്ടും പോരായ്മകളൊക്കെ ഉണ്ടാകാം, എങ്കിലും ദൈവത്തിന്റെ കരുണ അവരെ അനുഗമിക്കും. ഈ കരുണയിൽ അവർ നിത്യതയിലേക്ക് പ്രവേശിക്കും. നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് തമ്പുരാന്റെ മനോഗുണത്താൽ എന്ന് പറയുന്ന തമ്പുരാന്റെ മഹാദയയാൽ, അവിടുത്തെ കാരുണ്യത്തിൽ ഈ ആത്മാക്കൾ സ്വർഗഭാഗ്യം അനുഭവിക്കട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ആശംസിക്കുന്നത്. ഈ ലോകത്ത് ജീവിക്കുന്ന നമ്മുടെയും പ്രത്യാശ അത് തന്നെയാണ്. പ്രിയമുള്ളവരെ, നമ്മളും ഒരു ദിവസം ലോകം വിട്ടു പോകണം. നമ്മളും ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിച്ച് ജീവിച്ച് നിത്യതയിൽ അവിടുത്തെ പക്കൽ നമ്മൾ എത്തിച്ചേരണം. അതിന് പ്രധാനപ്പെട്ട ഈ പ്രാർത്ഥനയൊക്കെ ചൊല്ലുമ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നമ്മുടെ ജീവിതത്തില് ദൈവത്തിന്റെ കരുണയിൽ, അവിടുത്തെ ശക്തിയിൽ, എളിമയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തിന്റെ വചനം അനുസരിച്ച് ജീവിക്കാൻ പരിശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചെറിയൊരു പ്രാർത്ഥനയാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഈ പ്രാർത്ഥനയിൽ അത് ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പൊ ഈ പ്രാർത്ഥന നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ചെറിയതാണെങ്കിലും ഇത് വളരെ ആഴമുള്ളൊരു പ്രാർത്ഥനയാണ്. അതോടൊപ്പം തന്നെ ഇത് ദൈവവചനത്തിൽ അധിഷ്ഠിതമായൊരു പ്രാർത്ഥനയാണ്. അതുപോലെ നമ്മുടെ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച്, അവസ്ഥയെക്കുറിച്ച് സഭയുടെ ആ പഠനം അത് ഉൾക്കൊള്ളുന്നുണ്ട്. അതോടൊപ്പം ദൈവത്തിന്റെ മഹാദയയിൽ നമ്മൾ ആശ്രയിക്കുകയും അങ്ങനെ ജീവിച്ചിരിക്കുന്നവരായി നമുക്ക് പോലും ആ കർത്താവിന്റെ ആ കരുണയിലും പ്രത്യാശയിലും ആശ്രയിച്ച് മരിച്ചവരെ ആശ്വസിക്കാൻ നമുക്ക് സാധിക്കും. പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചത് ഈ ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടിയിട്ടായിരുന്നു. തീർച്ചയായിട്ടും ഒരുപാട് സ്വർഗം സന്തോഷിക്കുന്ന ദിനങ്ങളായിരുന്നു. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ത്യാഗമെടുത്ത് പ്രാർത്ഥിച്ചു, ബലിയർപ്പിച്ചു പ്രാർത്ഥിച്ചു, കരുണയുടെ പ്രവൃത്തികൾ നടത്തി, വിശ്വാസികൾക്ക് വേണ്ടി ധാരാളം ജപമാല ചൊല്ലിയും അതുപോലെ തന്നെ കരുണക്കൊന്ത ചൊല്ലിയും ഒക്കെ നമ്മൾ പ്രാർത്ഥിച്ചു. ഇതൊന്നും ദൈവസന്നിധിയിൽ വിലയില്ലാതെ പോകുന്നില്ല. നമുക്ക് ഈ മരിച്ച വിശ്വാസികളെ ഒരിക്കൽ കൂടി ഓർക്കാം. ഈ ചെറിയൊരു പ്രാർത്ഥന ചൊല്ലുമ്പോൾ പോലും അത് വെറുതെ ആകില്ല. കാരണം നമ്മൾ കർത്താവിന്റെ മഹാദയയില് ആശ്രയിച്ചുകൊണ്ടാണ് നമ്മൾ സങ്കീർത്തന പുസ്തകത്തിന്റെ 103 അധ്യായത്തിലെ 8 വാക്യത്തിൽ കണ്ടതുപോലെ കർത്താവിന്റെ ആ കരുണാർദ്രമായ സ്നേഹവും അവിടുത്തെ ദയയും, അതിൽ മാത്രമാണ് എൻ്റെ ആശ്രയം എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗീയ പിതാവ് അവിടുത്തെ ഹൃദയം നമുക്കായി തുറന്ന്
സ്വർഗ കവാടം നമുക്ക് തുറന്ന് ഈ മക്കളുടെ കുറവുകളെ പരിഹരിച്ച് തൻ്റെ പുത്രന്റെ അനന്തമായ അവിടുത്തെ ആ യോഗ്യതയിൽ മരണത്തിലൂടെ നേടിയെടുത്ത ആ പിശാചിന്റെ മേലുള്ള ആധിപത്യവും ആ കടങ്ങളുടെ മോചനവും അതിലെ പാപത്തിൽ നിന്നുള്ള വിടുതലും അതുപോലെ തന്നെ മരണത്തിന് മേലുള്ള ആധിപത്യവും അതിന്റെ ബലത്തിലാണ് ഒരു ക്രിസ്ത്യാനി പ്രാർത്ഥിക്കുന്നത്. കർത്താവേ, പിതാവായ ദൈവമേ, അങ്ങയുടെ പുത്രനായ ഈശോ ഞങ്ങൾക്ക് വേണ്ടി അർപ്പിച്ച ആ വലിയ ബലിയുടെ ആ ആഴമേറിയ ആ ബലിയുടെ ആ യോഗ്യതയിലാണ് മക്കളായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ഞങ്ങളെ തിന്മയിൽ നിന്ന് വിടുവിച്ച് പിശാചിന്റെ എല്ലാ അവകാശത്തിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ ആത്മാക്കളെയും മോചിപ്പിച്ച് നിത്യതയിൽ അങ്ങേ അനവരതം പാടി സ്തുതിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമുക്ക് ഒത്തിരി അർത്ഥവത്തായി ഈ പ്രാർത്ഥന ഈ ഒരു ചിന്തയോടുകൂടി ദൈവത്തിൽ പ്രതീക്ഷ വെച്ചുകൊണ്ട് ആ പുണ്യവാന്മാരുടെ ഐക്യത്തിൽ വിശ്വസിക്കുന്നവരായ നമ്മൾ അവർക്ക് വേണ്ടി സ്നേഹത്തോടു കൂടി പ്രാർത്ഥിക്കാൻ, കർത്താവിന്റെ കരുണയിൽ ആശ്രയിക്കാൻ പ്രത്യേകം ആഗ്രഹിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങയുടെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുരക്തം ലോകമെമ്പാടും ഇന്ന് അർപ്പിക്കപ്പെടുന്ന ദിവ്യബലിയോട് ചേർത്ത് ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ ആത്മാക്കൾക്കു വേണ്ടിയും ലോകം മുഴുവൻ എല്ലാ പാപികൾക്കും തിരുസഭയിലുള്ള ഞങ്ങളുടെ തലമുറയിലും കുടുംബത്തിലുമുള്ള എല്ലാ പാപികൾക്കു വേണ്ടി ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ആമീൻ.